നമ്മൾ ഓൾറെഡി കേസ് മാർട്ടിൽ സെൽഫ് പെർമിറ്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫയൽ ചെയ്യുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ജനറൽ പെർമിറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക കേസ് മാർട്ടിൽ എന്നാണ് കാണിച്ചു തരുന്നത്. അങ്ങനെയാണെങ്കിൽ വീഡിയോയിലേക്ക് കിടക്കാം. ലൈസൻസി ലോഗിൻ ചെയ്യുക. ലൈസൻസി ലോഗിൻ ചെയ്തതിന് ശേഷം അതിനുശേഷം നമുക്ക് സർവീസസിന്റെ അകത്ത് പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽ വേണം. അതിന്റെ അകത്ത് ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ജസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആപ്ലിക്കേഷൻ ഫോം വരും. ആദ്യത്തിലെ പ്രോജക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണെങ്കിൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റ്, ഇനി അതല്ല കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ആണെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ്, ആളുടെ പേര് നമുക്ക് മെൻഷൻ ചെയ്യാം. എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഇപ്പം ഒരു പ്രോജക്റ്റ് മാത്രമാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കാണിച്ചു തരാനായതുകൊണ്ട് ജസ്റ്റ് പ്രോജക്ട്. കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഓട്ടോമേറ്റഡ് മോഡ്, ഇന്ററാക്റ്റീവ് മോഡ്. ഓട്ടോമേറ്റഡ് മോഡിൽ നമ്മൾ DXF ഫയലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇന്ററാക്റ്റീവ് മോഡ് യൂസ് ചെയ്യുമ്പോൾ PDF ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓട്ടോമേറ്റഡ് മോഡ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കേസുകളൊക്കെ വരികയാണെങ്കിൽ ലോക്കൽ ബോഡിയോട് ചോദിച്ച് ഇന്ററാക്റ്റീവ് മോഡ് വഴി സബ്മിറ്റ് ചെയ്തോട്ടെ എന്നുള്ളത് കൺഫേം ആക്കി മാത്രം ഇന്ററാക്റ്റീവ് മോഡ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക് മോഡ് വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ചില എക്സെപ്ഷണൽ കേസുകൾ വരുന്നുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒക്യുപ്പൻസി ചേഞ്ചോ അല്ലെങ്കിൽ കോമ്പൗണ്ട് വാളിന്റെയോ വെല്ലിന്റെ മാത്രം പെർമിറ്റ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇന്ററാക്റ്റീവ് മോഡ് സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ DXF ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോ ഓട്ടോമാറ്റിക് മോഡ് ക്ലിക്ക് ചെയ്യാം, പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ജസ്റ്റ് ഒന്നുകൂടി പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. ലോക്കൽ ബോഡിയുടെ ഡീറ്റെയിൽസ് ചോദിക്കും. ജസ്റ്റ് ഡിസ്ട്രിക്ട് ഏതാണ്, ലോക്കൽ ബോഡി ടൈപ്പ് ഏതാണ്, ലോക്കൽ ബോഡി ഏതാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ക്യാപ്ചർ ലൊക്കേഷൻ ആണ്. കൃത്യമായിട്ട് ലൊക്കേഷൻ വരച്ചു കൊടുക്കുക. ഡ്രോപ്പ് ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ക്യാപ്ചർ ലൊക്കേഷൻ എന്നുള്ളതിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് റെഫർ ചെയ്താൽ മതി. ഞാനിപ്പോ ഇത് മാൻഡേറ്ററി തിങ് അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ പ്ലോട്ട് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട, അതായത് NOC വേണ്ട ഏരിയ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് കാണിച്ചു തരും. ഞാൻ ജസ്റ്റ് ഇപ്പൊ മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഞാൻ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് പ്ലോട്ട് ഡീറ്റെയിൽസ് ആണ് നാലാമത്തെ വരുന്നത്. അതിൽ പ്ലോട്ട് ഡീറ്റെയിൽസിൽ ബേസിക് ഡീറ്റെയിൽസ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ലോക്കൽ ബോഡി ഏതാണ്, പിന്നെ താലൂക്ക്, വില്ലേജ് നെയിം, നെയിം ഓഫ് വാർഡ്, അംശവും ദേശവും അറിയുമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മാൻഡേറ്ററി അല്ല, ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. DD നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ ഓഫീസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പൊസിഷൻ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ, പൊസിഷൻ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ്. പൊസിഷൻ സർട്ടിഫിക്കറ്റ് ലേറ്റസ്റ്റ് ആയിരിക്കണം. ലേറ്റസ്റ്റ് മീൻസ് 6 മാസത്തിൽ കൂടുതൽ, 6 മാസത്തിൽ കൂടുതൽ മുമ്പ് എടുത്തത് ആയിരിക്കരുത്. ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തായിരിക്കണം. പിന്നെ തന്റെ പേര് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ എത്രയാണോ പ്ലോട്ടിംഗ് ഏരിയ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ഓഫ് ഓണർഷിപ്പ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അത് കൊടുക്കുക. പബ്ലിക്, പാർട്ട്ണർഷിപ്പ്, കമ്പനി, LLP, സൊസൈറ്റി, ട്രസ്റ്റ് ഏതാണോ അതിനനുസരിച്ച് കൊടുക്കുക. ഞാനൊരു വ്യക്തി എന്ന രീതിയിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ് കൊടുക്കുന്നത്. നമ്പർ ഓഫ് ഓണേഴ്സ് 1, 2 എത്രയാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ ഒന്നിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഓതറൈസേഷൻ കൊടുത്ത് ഒരാളുടെ പേരിൽ ചെയ്യുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ പോകുന്നതെല്ലാം 5 ഓണർ ആണെങ്കിൽ 5 ഓണറുടെ പേര് തന്നെയായിരിക്കും. പക്ഷെ ഒരാളുടെ OTP വെരിഫിക്കേഷൻ ഒക്കെ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഓതറൈസേഷൻ ചെയ്യാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്നാണ് കാണിക്കുന്നത്. വെദർ ദ ലാൻഡ് പ്രൊപ്പോസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഇസ് അസൈൻഡ് ലാൻഡ് ഓർ നോട്ട്, അതായത് ഗവൺമെന്റിൽ നിന്ന് പറിച്ചു കിട്ടിയ ഭൂമി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എസ് ആണെങ്കിൽ എസ് അടിക്കുക, നോ ആണെങ്കിൽ നോ അടിക്കുക. ഞാൻ നോ ആണ്, അതുകൊണ്ട് തന്നെ ഓടിച്ചു, സേവ് ചെയ്തു. അതിനുശേഷം പ്ലോട്ടിന്റെ ലാൻഡ് ഡീറ്റെയിൽസിന്റെ സെക്കൻഡ് വൺ ലാൻഡ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അത് BTR അനുസരിച്ച് എന്താണ് ആ ലാൻഡ്. ഇപ്പൊ പുരയിടാണെങ്കിൽ പുരയിടം കൊടുക്കുക, നിലാണെങ്കിൽ നിലം കൊടുക്കുക. ഡാറ്റാ ബാങ്ക് അനുസരിച്ച് പാഡിയാണ് ഓട്ടോപ്ലിക്കബിൾ കൊടുക്കുക. സർവേ നമ്പർ ആണോ റീസർവേ നമ്പർ ആണോ ഏതാണോ അവൈലബിൾ അതിനനുസരിച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ മാറ്റിപ്പോ ഇവിടെ മാറുന്നുണ്ട്. സർവേ നമ്പർ മാറി റീസർവേ ആക്കുമ്പോൾ റീസർവേ ആക്കുന്നുണ്ട്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ 0 കൊടുക്കുക. റീസർവേ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ് ഡിവിഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏരിയ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച്മെന്റ് ഡീറ്റെയിൽസ് ആണ് പിന്നെ വേണ്ടത്. നമുക്ക് ഡിപ്പോസിഷൻ, ടാക്സ്, ലാൻഡ് ടാക്സ്, ഇതാണ് മൂന്നെണ്ണം മെയിൻ ആയിട്ട് വേണ്ട 3 മാൻഡേറ്ററി തിങ്സ്. ബാക്കി നമ്മുടെ പ്രൊജക്ടിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് PDF ഫയൽ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഡീഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ പേജസും ഫ്രണ്ടും ഫോട്ടോ എടുത്തിട്ട് PDF ആയിട്ട് JPG PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് മർജ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. പൊസിഷൻ സെറ്റ് പോലെ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാൻഡിന്റെ റീസെന്റ് ടാക്സ് അടച്ച ഏറ്റവും ലേറ്റസ്റ്റ് ടാക്സ് റെസിപ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ കൂടുതൽ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതർ ഡോക്യുമെന്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലെ ഡോക്യുമെന്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. കോർട്ട് ഓർഡർ, അഫിഡവിറ്റ്, ഓതറൈസ്ഡ് പേഴ്സൺ, അത് ഞാൻ പറഞ്ഞു 10 ആൾക്കാരുണ്ട്, നമുക്ക് ഒരാളുടെ പേരിലേക്ക് ഓതറൈസേഷൻ കൊടുക്കാം. അപ്പൊ അതെല്ലാം നമുക്ക് ഓതറൈസേഷൻ ലെറ്റേഴ്സ് ചെയ്യേണ്ടി വരും. ഇനി ലീസിനെടുത്ത് ഒരു ലാൻഡിലാണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതെങ്കിൽ ലീസ് എഗ്രിമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റെന്റ് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഗവൺമെന്റ് ക്വാസി ഗവൺമെന്റ് അതിന്റെ ലൈസൻസ്, പ്രോപ്പർട്ടി ടാക്സ്, അതായത് ഈ പ്ലോട്ടിൽ തന്നെ കൂടുതൽ മീൻസ് വേറെ ബിൽഡിങ്സ് ഉണ്ട്, വേറെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ടാക്സ് റെസിപ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുകയാണ്. ഇനി അടുത്തത് പ്ലോട്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ഓണർ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഓണർ ഡീറ്റെയിൽസ് ജസ്റ്റ് ഫോൺ നമ്പർ വെച്ചോ ആധാർ കാർഡ് വെച്ചോ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് സെർച്ച് ചെയ്യുക. രണ്ടും കൂടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിസൺ നോട്ട് ഫൗണ്ട് എന്ന് പറയും. അപ്പൊ ഫോൺ നമ്പർ വെച്ചിട്ടാണ് അത് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ ആ ഫോൺ നമ്പർ ചോദിക്കുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനൊന്നും സിറ്റിസൺ നിർബന്ധമായിട്ട് കേസ് ഫണ്ടിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ഇത് മൂന്നും ഒരുമിച്ച് കൊടുക്കരുത്. അതാണ് ഏറ്റവും കൂടുതൽ ഒരുപാട് പേര് മൂന്നും ഒരുമിച്ച് കൊടുത്ത് സെർച്ച് ചെയ്യും, സിറ്റിസനെ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഫോൺ നമ്പറോ അല്ലെങ്കിൽ ജസ്റ്റ് ആധാർ നമ്പറോ വെച്ച് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ ആ ഓണറിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സോ എന്റെ പേര് അവിടെ വന്നു. ബാക്കി എന്റെ ആധാർ കാർഡിനെ ബേസ് ചെയ്ത് ഞാൻ എന്റെ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വെറുതെ ഒന്ന് ഫില്ല് ചെയ്യാണ്. സ്റ്റേറ്റ് ഓട്ടോമാറ്റിക് വരുന്നു, ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡിയുടെ പേര്, സോണൽ ഓഫീസ്, വാർഡിന്റെ പേര്, ഡോർ നമ്പർ, ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ മാൻഡേറ്ററി അല്ല, ലോക്കൽ പ്ലേസ് മാൻഡേറ്ററി അല്ല, സോ അതൊക്കെ വിടാം. മെയിൻ പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, ഇമെയില്, ആധാർ നമ്പർ വേണമെങ്കിൽ ടൈപ്പ്. ഞാൻ ആധാർ നമ്പർ വെച്ചല്ല രജിസ്റ്റർ ചെയ്ത്, അതുകൊണ്ടാണ് ഇത് വരാതിരുന്നത്. ഞാൻ ആധാർ നമ്പർ വെച്ചിട്ടാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫിൽ ആയിട്ട് വരും. ജസ്റ്റ് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓണർ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തു. അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് DXF ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനറൽ പെർമിറ്റ് ആണ്. നമ്മളിത് ഓൾറെഡി DXF ഫയൽ പ്രിപ്പയർ ചെയ്തിട്ട് സ്ക്രൂട്ടിനി ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ടോപ്പിൽ അത് ജനറൽ ആണോ അല്ലെങ്കിൽ സെൽഫ് ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് ആ സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ ഉണ്ടാവും. ടോപ്പിൽ ലെഫ്റ്റിൽ കാണുന്നത്. അപ്പൊ അത് കൺഫേം ആക്കിയിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് തുടങ്ങുക. ഒരുപാട് പേര് സെൽഫിലുള്ള പെർമിറ്റ് തന്നെ ഈ പറഞ്ഞ ജനറൽ പെർമിറ്റിന്റെ അകത്ത് കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ മെസ്സേജ് വരുന്നുണ്ട്. നെക്സ്റ്റ് അത് ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനത് ഒരു DXF ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അത് ശരിക്കും സെൽഫിനുള്ളതാണ്. ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യാണ്. ഐ എഗ്രി കൊടുക്കുന്ന സമയത്ത് ഇത് സ്ക്രൂട്ടിനി ചെയ്തപ്പോൾ സെൽഫ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ വന്ന ഫയലാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ജനറൽ പെർമിറ്റിലേക്ക് ഇട്ടതാണ്. You have selected general permit. DXF file that you have entered is not for general permit. It is for self എന്നുള്ള രീതിയിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആൾക്കാർ ഇത്രയും ഫയൽ ചെയ്തിട്ടായിരിക്കും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവാണ്. അപ്പൊ ഇനി നമുക്കിവിടെ ഒരു ജനറൽ പെർമിറ്റിന്റെ ഒരു DXF ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഡ്രോയിങ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ അവിടെ ഐ എഗ്രി കൊടുക്കുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. ബിൽഡിംഗ് പ്ലാൻ EC സ്ക്രൂട്ടിനി ഈസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. സ്ക്രൂട്ടിനി റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ ബിൽഡിംഗ് എന്ന് സ്ക്രൂട്ടിനി ചെയ്യുമ്പോൾ വരും. അങ്ങനെയാവുമ്പോൾ ജനറൽ ബിൽഡിംഗിന്റെ ആപ്ലിക്കേഷൻ ആണ് എടുക്കേണ്ടത്. സെൽഫിന്റെ അടുത്ത് പകുതി ചെയ്തിട്ട്
പിന്നെ ആ ഒരു ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു മെസ്സേജസ് ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. എപ്പോഴും സ്ക്രൂട്ടിനി ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ടൈപ്പ് ഏതാണെന്നുള്ളത് നോക്കിയതിനു ശേഷം ആപ്ലിക്കേഷൻ ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മൊത്തം ആസ് പെർ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വന്നിട്ടില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം PDF ഡ്രോയിങ്സ്, സൈറ്റ് പ്ലാന്, സർവീസ് പ്ലാന്, ബിൽഡിംഗ് പ്ലാന് എല്ലാം കൃത്യമായിട്ട് ഷീറ്റിൽ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഡിക്ലറേഷൻ്റെ അകത്ത് ഐ അഗ്രി ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് താഴത്തേക്ക് വരുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണാം. FSI അപ്ലിക്കേഷൻ ഫീസ്, പെർമിറ്റ് ഫീസ് ഒക്കെ വന്നിട്ടുണ്ട്. 3,000, 55,171 എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് യൂസേജ് ഓഫ് സറൗണ്ടിങ് പ്ലോട്ട്സ് ആണ്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് ഏതൊക്കെയാണ് നമ്മൾ ഇപ്പം ജസ്റ്റ് ഡ്രൈ ലാൻഡ് ആണ് 4 കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓതറൈസ്ഡ് നിയറസ്റ്റ് ബിൽഡിംഗ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിയറസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് നമ്പർ കൊടുക്കുക. ടൈപ്പ് ഓഫ് അബട്ടിംഗ് റോഡ്, ഫ്രണ്ടിൽ വരുന്ന റോഡ് ഏതാ വെച്ചാൽ അത് കൊടുക്കുക. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൊടുക്കുക. റോഡ് വൈഡനിങ് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മാസ്റ്റർ പ്ലാൻ സോണിലാണെങ്കിൽ അതും ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിന്റെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് ജസ്റ്റ് അതിന് മുമ്പ് സേവ് ചെയ്യാം. അതിനുശേഷം അഡീഷണൽ ഡീറ്റെയിൽസ് ആയി ഡെപ്ത് ഓഫ് കട്ടിംഗ് ഒക്കെ നമ്മൾ ഡ്രോയിങ് കാണിക്കാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. പ്ലോട്ട് സബ് ഡിവിഷനാണ് പിന്നെ വരുന്നത്. പ്ലോട്ട് സബ് ഡിവിഷന്റെ ഭാഗമാണെങ്കിൽ എസ് ക്ലിക്ക് ചെയ്യുക. അതായത് വലിയ വില്ല പ്രൊജക്ടിന്റെ ഒരു പ്ലോട്ടൊക്കെയാണ് മേടിച്ചെങ്കിൽ സബ് ഡിവൈഡഡ് ഏരിയ, പ്ലോട്ട് റെഫറൻസ് നമ്പർ, ആ ഒരു സബ് ഡിവിഷന്റെ ഡെവലപ്മെന്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കംപ്ലീഷൻ പ്ലാനും ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നോ കൊടുക്കുക. വരുമ്പോൾ ബ്ലോക്ക് 1 എന്നുള്ളത് കാണാം. ഇത് ജനറൽ പെർമിറ്റ് ആവാനുള്ള റീസൺ ടോട്ടൽ 373 റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. പക്ഷെ 300 സ്ക്വയറിൽ കൂടുതലായതുകൊണ്ട് ഇത് ജനറൽ പെർമിറ്റ് ആയിട്ട് കൺവേർട്ട് ആയതാണ്. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ എല്ലാം കാണും. ജസ്റ്റ് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് NOC ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. NOC ഡീറ്റെയിൽസ് എന്തെങ്കിലും അപ്ലിക്കബിൾ ആണെങ്കിൽ അത് കൊടുക്കുക. പറയുകയാണെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ആണെങ്കിൽ ജസ്റ്റ് അത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് എന്നുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് റിസീവ്ഡ് ആണ്, ഇനീഷ്യേറ്റഡ് ആണ്, നോട്ട് ഇനീഷ്യേറ്റഡ് ആണ് കൊടുക്കാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് റിസീവ്ഡ് കൊടുത്തിട്ട് അതിന്റെ ഡോക്യുമെന്റ് നമ്പറും ഡേറ്റും ആ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടേ ഉള്ളെങ്കിൽ ഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ആപ്ലിക്കേഷൻ കൊടുത്തതിന്റെ ഡോക്യുമെന്റ് നമ്പറും ഡോക്യുമെന്റ് നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ആപ്ലിക്കേഷന്റെ ഡോക്യുമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നോട്ട് ഇനീഷ്യേറ്റഡ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് അതൊന്നും അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അൺടിക്ക് ചെയ്യാണ്. അൺടിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീസെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഡീസെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ആപ്ലിക്കേഷൻ സമ്മറി വരും. ആപ്ലിക്കേഷൻ സമ്മറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം ആസ് പെർ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എല്ലാം വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന്റെ താഴെയും നമുക്ക് ആപ്ലിക്കേഷൻ ഫീസും അതുപോലെ തന്നെ പെർമിറ്റ് ഫീസും എല്ലാം കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പെർമിറ്റ് ഫീസ് 55,000 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആപ്ലിക്കേഷൻ ഫീസും പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു പെർമിറ്റ് ഫീസിന്റെ സ്പ്ലിറ്റ് അപ്പ് ആണ്. ഇത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പൊ അതില് നമ്മുടെ 300 സ്ക്വയറിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ലാബ് റേറ്റ് വരുന്നത് 150 rupees ആണ് സ്ലാബ് റേറ്റ് വരുന്നത്. അങ്ങനെയാണ് 55,971 rupees വന്നത്. ഇത്രയും M സ്ക്വയറിൽ. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിക്ലറേഷൻ വരും. അത് ജസ്റ്റ് ഐ അഗ്രി ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ചെയ്യുക. പിന്നെ വാലിഡേറ്റ് ആപ്ലിക്കേഷൻ ആണ്. ആദ്യം വാലിഡേറ്റ് ചെയ്യുക. ഈ ഒരു പിങ്ക് കളറിലുള്ള ആ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP പോകും. OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ്. അത് കഴിഞ്ഞാൽ ഫോർവേഡ് ടു ഓണർ എന്നുള്ള ഒരു ബട്ടൺ ഇവിടെ താഴെ അറിയും. ഫോർവേഡ് ടു ഓണർ ക്ലിക്ക് ചെയ്യുക. ഓണറുടെ പ്രൊഫൈൽ കയറുക. ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും കറക്റ്റ് ആയിട്ട് മീൻസ് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കാണിക്കും. അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഓണർ ലാസ്റ്റ് OTP വെരിഫിക്കേഷൻ ചെയ്യണം. ശേഷം നമുക്ക് ലൈസൻസ് ലോഗിൻ കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ബോട്ടത്തിൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. ആ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിനിലേക്ക് സബ്മിറ്റ് ആവും. പിന്നെ ഓവർസീർ സൈറ്റിൽ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ജനറൽ പെർമിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.